വെൽക്കം ബാക്ക് ടു എജ്ബോർഡ് സി യു ടി മക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എജ്ബോർഡ് സി യു ടിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത അർദ്ധരാത്രി 12 മണിക്ക് ശേഷമാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോ കുറച്ച് മുമ്പാണ് നിങ്ങൾക്ക് ഔട്ട് ചെയ്ത് കിട്ടുന്നുണ്ടാവുക. എനിക്കറിയാം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ എക്സാം സി യു ടി എക്സാം മാറ്റി വെച്ചു. എല്ലാവർക്കും അല്ലേ, നമ്മുടെ സി യു ടി എക്സാം പറഞ്ഞിരുന്നത് മെയ് 8-ാം തീയതി ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ എന്ത് ചെയ്തു, നമ്മുടെ എക്സാം മാറ്റിയിട്ടുണ്ട്. എന്നേക്കാ മാറ്റിയിട്ടുള്ളത് 13-ാം തീയതി മാറ്റിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനോടൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ആ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മുടെ എന്ത് ചെയ്തിട്ടുണ്ട്, സിറ്റി ഇൻറ്റിമേഷൻ കൂടി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇനി എക്സാം നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 13-ാം തീയതി നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങളുടെ സിറ്റി ഇൻറ്റിമേഷൻ, ഈ സിറ്റി ഇൻറ്റിമേഷൻ എന്ന് പറഞ്ഞ സംഗതി എന്താ വെച്ചാൽ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. വേറെ ഒന്നുമല്ല, നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾ ഒരുപാട് ഓപ്ഷൻസ് അല്ലേ, നിങ്ങൾക്ക് പ്രിഫറൻസ് ഉണ്ടാവും. ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങളെ ഫസ്റ്റ് സിറ്റി, സെക്കൻഡ് സിറ്റി, തേർഡ് സിറ്റി, ഇതെന്താണ് നിങ്ങൾക്ക് എക്സാം സെൻറ്റർ എവിടെ വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ഉദാഹരണം, ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തത് കോഴിക്കോട് കൊടുത്തു, രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ മലപ്പുറം കൊടുത്തു, മൂന്നാമത്തെ ഓപ്ഷൻ ഞാൻ എന്ത് ചെയ്തു, ട്രിവാൻഡ്രം കൊടുത്തു, നാലാമത്തെ ഓപ്ഷൻ ഞാൻ എന്ത് ചെയ്തു, നാലാമത്തെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നാലാമത്തെ ഓപ്ഷൻ എന്ത് ചെയ്തു, ഞാൻ എറണാകുളം കൊടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 ഓപ്ഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിന് എനിക്ക് കിട്ടിയ സിറ്റി, എൻ്റെ എക്സാം സെൻറ്റർ അല്ലെങ്കിൽ എനിക്ക് പരീക്ഷയുള്ള എക്സാം സെൻറ്റർ എവിടെയാണെന്ന് വെച്ചാൽ ആ സിറ്റി നോട്ടിഫിക്കേഷൻ ആയിരിക്കും അതിൽ വന്നിട്ടുണ്ടാവുക. എന്തായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? ഇപ്പം ഞാൻ കൊടുത്ത കോഴിക്കോടാണെങ്കിലും എനിക്ക് കോഴിക്കോട് ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടണമെന്നില്ല. ഭൂരിഭാഗം പേർക്കും ഫസ്റ്റ് അല്ല, സെക്കൻഡ് അല്ല, തേർഡ് എന്നൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് കിട്ടിയത് ട്രിവാൻഡ്രം ആണെന്ന് വിചാരിക്കുക. എനിക്ക് കിട്ടിയ ട്രിവാൻഡ്രം ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ട്രിവാൻഡ്രത്താണ് എൻ്റെ എക്സാം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, എൻ്റെ എക്സാമിൻ്റെ ഡേറ്റും അതിലുണ്ടാവും അല്ലേ, എക്സാമിൻ്റെ ഡേറ്റും അതിലുണ്ടാവും. അപ്പം നമ്മൾ പറഞ്ഞു വെച്ച പോലെ മെയ് 13-ാം തീയതിയാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് വരെ ഉണ്ട്, ജൂൺ 3-ാം തീയതി വരെ ഉണ്ടാവുമെന്ന് NTA അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സി യു ടി 2025 എക്സാം റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ സിറ്റി ഇൻറ്റിമേഷൻ അറിയുക, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് മക്കളെ. ഇവിടെ തൊട്ടതായി നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മതി, CUT UG, നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ എടുത്തിട്ടാണെങ്കിൽ പോലും CUT UG എന്ന് കൊടുത്താൽ മതി. CUT UG സിറ്റി ഇൻറ്റിമേഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പേജിലേക്ക് പോകും. ഏതാണ് ആ പേജ്? നമ്മുടെ NTA-യുടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ആ സിറ്റി ഇൻറ്റിമേഷൻ എന്ന് മാത്രം നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. 2025 എന്ന് കൂടി ചേർക്കാം. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ സൈറ്റിലേക്ക് പോകും. ആ സൈറ്റ് ഇതാ നമ്മുടെ എക്സാമിനേഷൻ സർവീസിൽ തന്നെയാണ് നമ്മുടെ NTA-യുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് കിട്ടാറ് കേട്ടോ. അപ്പോൾ NTA-യുടെ ഈ സൈറ്റിലേക്ക് തന്നെയാണ് നമ്മൾ പോവുക. എന്നിട്ട് നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റുന്ന ഒരു നോട്ടീസ് ഉണ്ടാവും. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അതായത് ഇന്ന് രാവിലെയാണ് നോട്ടീസ് വന്നിട്ടുള്ളത്. രാവിലെ ഒരു 10 മണിയാകുമ്പോൾ നമുക്ക് നോട്ടീസ് വന്നിട്ടുള്ളത്. ഈ പറയുന്ന മെയ് 2025 നമുക്ക് ഇന്ന് നോട്ടീസ് വന്നിട്ടുള്ള കാര്യം ഇതാണ് പറഞ്ഞത്. CUT-ന്റെ സിറ്റി ഇൻറ്റിമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വാൻസ് സിറ്റി ഇൻറ്റിമേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അതിൽ മെയിനായിട്ട് പറഞ്ഞ കാര്യം, നമ്മുടെ എക്സാം ഓൾറെഡി പറഞ്ഞിരുന്നത് 8-ാം തീയതി ആയിരുന്നു. അത് എന്നേക്ക് മാറ്റിയിട്ടുണ്ട്, 13-ാം തീയതിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അത് എന്ത് തന്നെയാണ് എക്സാം, നമ്മുടെ CBT തന്നെയാണ് കേട്ടോ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്, ഒരു മാറ്റമല്ല. പിന്നെ നമ്മുടെ എക്സാമിൻ്റെ ഇത്തവണ ഒരു പ്രത്യേകത ഉണ്ട്, സബ്ജക്റ്റ് വൈസ് ഷിഫ്റ്റും അതേപോലെ ഷിഫ്റ്റ് വൈസ് ഷെഡ്യൂളും. എക്സാമിൻ്റെ നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റ് എഴുതുന്നുണ്ടോ അതിൻ്റെ ഷിഫ്റ്റിനെ കുറിച്ചും അതേപോലെ ഓരോ ദിവസം ഏതൊക്കെ എക്സാം ആണെന്നുള്ളത് ഇത്തവണ ഒരു പ്രത്യേകത ഉണ്ട്. എക്സാം എഴുതുന്നവർക്ക് മാത്രമേ അത് അറിയുള്ളൂ. കഴിഞ്ഞ തവണ ഒരു PDF മൊത്തത്തിൽ പബ്ലിഷ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഇത്തവണ എക്സാം എഴുതുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രൈവസി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എൻഷുർ ചെയ്തുകൊണ്ടാണ് കൊണ്ടുവന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിനോടകം സിറ്റി ഇൻറ്റിമേഷൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ഇനി ചെയ്യാത്തവർ കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് മനസ്സിലായ ഒരു കാര്യം ഉണ്ടാവും. നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റർ അല്ല പറഞ്ഞിരിക്കുന്നത്, എക്സാമിനേഷൻ നടക്കുന്ന സിറ്റിയാണ്. ഇപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയത് കോഴിക്കോടാണെന്ന് വിചാരിക്കുക. കോഴിക്കോടാണെങ്കിൽ തന്നെ ഒരു 4-5 എക്സാം സെൻറ്ററുകൾ തൊട്ടടുത്തുണ്ട്, മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തായിട്ടുണ്ട്. അപ്പോൾ ഈ 4-5 എക്സാം സെൻറ്റർ ഈ ചുറ്റളവിലുള്ള ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ എന്തിനാണ് ഇത് നേരത്തെ അറിയിച്ചു വെച്ചാൽ വേറെ ഒന്നുമല്ല, നിങ്ങൾ ഇനി കിട്ടിയത്, ഇപ്പോൾ നിങ്ങൾ കോഴിക്കോടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയത് ട്രിവാൻഡ്രം ആണെങ്കിൽ ട്രിവാൻഡ്രത്തേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കണം, ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ബസ്സിന് പോകാനുള്ള ദൂരമാണെങ്കിൽ അങ്ങോട്ടുള്ള ടിക്കറ്റ് എടുക്കണം. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരത്തെ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് അറിയിക്കണേ. നമ്മൾ ഓൾറെഡി മുൻപൊക്കെ ചെയ്തിരുന്ന വീഡിയോ പറഞ്ഞാണ് സിറ്റി ഇൻറ്റിമേഷൻ നമ്മുടെ എക്സാമിൻ്റെ കുറേ മുൻപായിട്ട് തന്നെ വരും. കാരണം നമുക്ക് ടിക്കറ്റും കാര്യങ്ങളും എടുക്കാനുള്ള ട്രാവൽ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൊടുത്ത സിറ്റി തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ എക്സാമിന് എന്താണ്, നിങ്ങൾ ഒന്നുകൂടി നന്നായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ള കാര്യം മാത്രം നോക്കുക. എവിടെയായിരുന്നാലും കുഴപ്പമില്ല, നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി തയ്യാറെടുക്കുക. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടി അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. ഇതിന് മെയിനായിട്ട് പറഞ്ഞ കാര്യം നോക്കിക്കോളൂ, ഇത് അഡ്മിറ്റ് കാർഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും വിചാരിക്കുകയാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എൻ്റെ എക്സാം സെൻറ്ററും അതിൻ്റെ എനിക്ക് എക്സാമിന് കൊണ്ടുപോകാനുള്ള കാർഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു വശാലും ഇത് പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ മുകളിലൊരു ഓപ്ഷൻ ഉണ്ടാവും, പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്തല്ല, ഇത് അഡ്മിറ്റ് കാർഡ് അല്ല, നിങ്ങളുടെ എക്സാം എവിടെയായിരിക്കും എന്ന് മാത്രം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ എക്സാമിനേഷൻ സെൻറ്റർ എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇത് അഡ്മിറ്റ് കാർഡ് അല്ല, അത് ആദ്യം മനസ്സിലാക്കുക. ഇത് അഡ്മിറ്റ് കാർഡ് അല്ല എന്നുള്ള കാര്യം ഉറപ്പിക്കാം. ഇനി മറ്റൊരു കാര്യം കൂടി അതിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് പിന്നെ എന്നാണ് കിട്ടുക, ആ ഒരു ഡൗട്ട് ഭൂരിഭാഗം പേർക്കുണ്ടാവും. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എന്നാ കിട്ടുക. ഓക്കെ, അപ്പോൾ അഡ്മിറ്റ് കാർഡ് എന്നാ കിട്ടുന്നത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എക്സാമിൻ്റെ 4 ദിവസം മുമ്പ്, എന്നാണ് 4 days ബിഫോർ, അതായത് 4 ദിവസം മുമ്പ്. ഇപ്പം നിങ്ങൾക്ക് എക്സാം തുടങ്ങുന്നത് 13-ാം തീയതിയാണെന്ന് വിചാരിക്കുക.
13-ാം തീയതി മെയ് മാസത്തിലാണ് നിങ്ങൾക്ക് എക്സാം തുടങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എന്ന് കിട്ടും 9-ാം തീയതി കിട്ടും. എന്ന് കിട്ടും 9-ാം തീയതി കിട്ടും. 9-ാം തീയതി കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 7 2 ദിവസം കഴിഞ്ഞ് അഥവാ ഈ പറയുന്ന വെള്ളിയാഴ്ച നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വരും. അപ്പോൾ എന്നായിരുന്നാലും നിങ്ങളുടെ എക്സാം എന്നായിരുന്നാലും അതിൻ്റെ ഒരു 4 ദിവസം മുമ്പ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന അഡ്മിറ്റ് കാർഡ് കിട്ടും. ഇനി ഈ ജൂൺ അവസാനം അല്ല ജൂൺ 3-ാം തീയതി തന്നെ നമ്മുടെ ലാസ്റ്റ് പരീക്ഷ. അപ്പോൾ അയാൾക്ക് എന്താണ് നമ്മുടെ അഡ്മിറ്റ് കാർഡ് കിട്ടുക, മെയ് 31 തന്നെ കിട്ടും. ഓക്കെ, മെയ് 31 തന്നെ അയാളുടെ അഡ്മിറ്റ് കാർഡ് കിട്ടും. അപ്പോൾ എക്സാമിൻ്റെ 4 ദിവസം മുമ്പായിരിക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവുക. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞിരിക്കുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി എനിക്ക് എൻ ടി എയുടെ സൈറ്റിൽ ഫോളോ അപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് ഫോളോ അപ്പ് ചെയ്തതിലും വേണ്ടില്ല എൻ ടി എയുടെ കുറിച്ചുള്ള നമ്മുടെ CUT എക്സാമിൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ടന്റുകളും കൃത്യമായിട്ട് എജ്യൂപോർട്ടിൻ്റെ ചാനലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ പറയുന്ന സൈറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക. നിങ്ങൾ പരമാവധി കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിക്കുകയാണ് അത്രയും നല്ലത്. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, ക്യാച്ച് ചെയ്യാൻ പറ്റും. ഫോണിൽ നെറ്റ്വർക്ക് ചിലപ്പോൾ ലോഡ് ആവാൻ സമയമെടുക്കും. ഇനി മറ്റൊരു കാര്യമാണ്, നിങ്ങൾക്ക് നെറ്റ്വർക്ക് ചിലപ്പോൾ ലോഡ് ആവുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് സെർവർ ബിസി ആവുന്നുണ്ട് കേട്ടോ. സെർവർ ബിസി ആവുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട. കാരണം എന്ത് ചെയ്യും, ഇപ്പോൾ എല്ലാവരും ഇത് വന്ന ഉടനെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അല്ലേ, കാള പറ്റുമെന്ന് കേട്ട കയറെടുക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ആ മൊമെൻറ്റിൽ തന്നെ അറിയാനുള്ള ഒരു സന്തോഷം കൊണ്ട് പെട്ടെന്ന് ചെയ്തു പോകുന്നതിന് അതുകൊണ്ട് സെർവർ ബിസി ആവുകയാണ്. നിങ്ങൾക്ക് ഇനി ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് നിങ്ങൾക്ക് നോക്കാൻ കഴിച്ചില്ല പേടിക്കേണ്ട. ഇന്ന് രാത്രി ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഒരു പട്ടിക്കുഞ്ഞ് പോലും കയറാനാത്തൊരു സൈറ്റായിട്ട് അത് മാറും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് കയറി ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതുവരെ സിറ്റി ഇൻറ്റിമേഷൻ അറിയാത്തവർ യാതൊരുവിധ ടെൻഷനും വേണ്ട, നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ യാതൊരുവിധ പേടിയും വേണ്ട കേട്ടോ. നിങ്ങളുടെ എക്സാം സിറ്റി ഇൻറ്റിമേഷൻ ഒന്നും പുറത്തൊന്നും പോകില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും, എവിടെയും പോകുന്നില്ല. അപ്പോൾ ഇന്ന് രാത്രിയൊക്കെ സാവധാനം കയറി നോക്കിയാൽ മതി, ഒരു കുഴപ്പമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും CUT UG അഡ്വാൻസ് സിറ്റി ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് തരും ഒരു ലിങ്ക് ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 2 കാര്യങ്ങൾ കൊടുക്കാൻ വരും. ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കാൻ വരും. ഈ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അവിടെ കൊടുക്കുന്നുണ്ടാവും, പ്ലസ് ഡേറ്റ് ഓഫ് ബർത്ത്. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, മിക്കവാറും നിങ്ങൾ കാണുന്നത് പാസ്വേഡ് ആയിരിക്കും കാണുന്നുണ്ടാവും. നിങ്ങൾ CUTക്ക് അപ്ലൈ ചെയ്ത സമയത്ത് ഒരു പാസ്വേഡ് കൊടുക്കുന്നുണ്ടാവും. ആ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരെ നമ്മുടെ ഈ പറഞ്ഞ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പിലേക്ക് പോകും. അവിടെ നിങ്ങളുടെ എക്സാം സിറ്റിയുടെ കുറിച്ച് മാത്രം എന്തായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സിറ്റി ഇൻറ്റിമേഷൻ വഴി അറിയാൻ പറ്റുന്നത് നിങ്ങളുടെ എക്സാം എവിടെ നടക്കും എന്നുള്ള കാര്യം. ഓക്കെ ആണല്ലോ. അപ്പം സിറ്റി ഇൻറ്റിമേഷൻ്റെ ഫ്രണ്ട് പേജ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും. ആ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാം. നെക്സ്റ്റ് നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് പാസ്വേഡാണ്. അഥവാ പാസ്വേഡ് ആരെങ്കിലും മറന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, ഫോർഗെറ്റ് പാസ്വേഡ് ഉണ്ടല്ലോ. ഫോർഗെറ്റ് പാസ്വേഡ് അടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ പറഞ്ഞ പാസ്വേഡ് റിക്കവർ ചെയ്തെടുക്കാം. അപ്പോൾ യാതൊരുവിധ പേടിയും വേണ്ട, എന്ത് മാത്രം മതി, ഈ പറഞ്ഞിരിക്കുന്ന CUTയുടെ ആപ്ലിക്കേഷൻ നമ്പർ മിക്കവാറും ഇങ്ങനെയായിരിക്കും 2535 എന്ന് പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുന്നുണ്ടാവും. 2535 എന്ന് പറഞ്ഞിട്ട് സംതിങ് നമ്പർ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ പറയുന്ന നമ്പറിലായിരിക്കും നിങ്ങളുടെ മിക്കവാറും തുടങ്ങുന്നുണ്ടാവുക. ഒട്ടുമിക്ക പേരുടെ ഇങ്ങനെ തന്നെ തുടങ്ങുന്നുണ്ടാവുക. പിന്നെ ക്യാപ്ചർ നമ്പർ കൂടി കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞ് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ നേരെ സിറ്റി ഇൻറ്റിമേഷനിൽ പോട്ടും. അപ്പോൾ അങ്ങനെ സിറ്റി ഇൻറ്റിമേഷൻ കിട്ടിയ ഒരു കുട്ടിയുടെ സിറ്റി ഇൻറ്റിമേഷൻ വന്നിട്ടുള്ളതായി ഇങ്ങനെയാണുള്ളത്. അപ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടാവുക വെച്ചാൽ നോക്കിക്കോളും. അഡ്വാൻസ് ഇൻഫർമേഷൻ ഫോർ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും അവിടെ. ഓക്കെ, അതേപോലെ നമ്മുടെ പേരുണ്ടാവും, അതേപോലെ ജെൻഡർ ഉണ്ടാവും. നമ്മൾ കൊടുത്ത എൻട്രീസ് തന്നെ കറക്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ പേര് കൊടുത്ത് സൽമാൻ എന്നാണ് പേര് കൊടുത്തെങ്കിൽ സൽമാൻ തന്നെ ഉണ്ടാവും. നമ്മുടെ നമ്പർ ഇവിടെ കൃത്യമായിട്ടുണ്ടാവും. നമ്മുടെ ജെൻഡർ എന്ന് വെച്ചാൽ അതും അവിടെ ഉണ്ടാവും. അതിനുശേഷം നമ്മുടെ ഫാദറിൻ്റെ പേരുണ്ടാവും, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും. ഈ 5 കാര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നതിന് പുറമെ നിങ്ങളുടെ ഒരു ഫോട്ടോയും അവിടെ ഉണ്ടാവും. ഒപ്പം നിങ്ങളവിടെ കൊടുത്തിരുന്ന നിങ്ങളുടെ സിഗ്നേച്ചർ, ഇത്രയും കാര്യങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ എക്സാം സിറ്റിയുടെ കാര്യങ്ങളൊക്കെ ആയിരിക്കും തൊട്ട് താഴെ ഉണ്ടാവുക. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് ഒരു കുട്ടിയുടെ മാത്രം കേട്ടോ. ഇതൊരു എക്സാമ്പിളാണ് പറഞ്ഞത്, ഇതൊരു സാമ്പിളാണ്. എല്ലാവരുടെയും ഇങ്ങനെയല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇതൊരിക്കലും എന്തല്ല നിങ്ങളുടേതല്ല കേട്ടോ. ഇതൊരു കുട്ടിയുടെ നമ്മൾ നോക്കിയപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഇംഗ്ലീഷ് എക്സാം ഉണ്ട്, അതേപോലെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസിൻ്റെ എക്സാം ഉണ്ട്. എല്ലാ എക്സാമുകളും നടക്കുന്നത് 19-ാം തീയതിയാണ്. 19-ാം തീയതിയാണ്. അതും ഫസ്റ്റ് ഷിഫ്റ്റിലാണ് നടക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾക്കും പരീക്ഷകൾക്കൊക്കെ കൃത്യമായിട്ട് 60 മിനിറ്റ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ, 60 മിനിറ്റ് ഉണ്ടാവുക. അപ്പോൾ 3 വിഷയം വരുമ്പോൾ എത്രയായി, മൊത്തം 180 മിനിറ്റായി. ഈ 180 മിനിറ്റിനെ നമ്മൾ മണിക്കൂറിലേക്ക് മാറ്റുമ്പോൾ എത്രയായി, 3 മണിക്കൂറായി. അതുകൊണ്ടാണ് മക്കൾ എന്ത് പറഞ്ഞത്, 9 മണി മുതൽ 12 മണി വരെ സമയം കൊടുത്തിട്ടോ. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ വേണ്ട, എക്സാം 1 മണിക്കൂർ തന്നെ ഉണ്ടാവുള്ളൂ. 3 പേപ്പറിലുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ കുട്ടിക്ക് 3 മണിക്കൂറോടെ സമയം കിട്ടിയത്. അപ്പോൾ ആ കുട്ടിയുടെ എക്സാം സെൻറ്റർ ഇപ്പോൾ വന്നിട്ടുള്ള എവിടെയാണ്, കണ്ണൂരിലാണ് വന്നിട്ടുള്ളത്. കണ്ണൂരിൽ എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല, എക്സാം സെൻറ്റർ കണ്ണൂരിൽ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ ആ കുട്ടി എവിടെയായിരുന്നാലും കണ്ണൂരിലേക്ക് എത്തിപ്പെടാനാണ് അന്ന് ശ്രമിക്കേണ്ടത്. അപ്പോൾ ഡേറ്റ് മറക്കണ്ട, 19-ാം തീയതി. ഇനി ഈ പറഞ്ഞ 22-ാം തീയതി കൂടി എന്ത് ചെയ്യുന്നത്, ആ കുട്ടിക്ക് എക്സാം ഉണ്ട്. അന്ന് എക്സാം വരുന്നതായിരിക്കും ജിയോഗ്രഫി, അതേപോലെ ഹിസ്റ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിൻ്റെ എക്സാം ആയിരിക്കും അന്ന് ഉണ്ടാവാം. അപ്പോൾ എത്ര സമയം വേണ്ടി വരും, 60 × 2 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും, 120 മിനിറ്റ് അല്ലേ. 120 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്,
2 മണിക്കൂർ. ഓക്കെ, അപ്പോൾ 2 മണിക്കൂർ സമയം ഉണ്ടാവും. രാവിലെ 9 മണിക്ക് തുടങ്ങിയ പരീക്ഷ 11 മണിക്ക് തീർന്നിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് സിറ്റി ഇൻറ്റിമേഷൻ വഴി അറിയാൻ പറ്റുന്നത്. അല്ലാതെ എന്തല്ല നിങ്ങളുടെ എക്സാം സെൻറ്റർ എവിടെയാണെന്ന് അറിയാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് എനിക്കിപ്പോൾ സംസാരിക്കാനുണ്ടായത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയണമെന്ന് എനിക്ക് ഉറപ്പായിട്ടും ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്നും പേടിക്കണ്ട. എഡ്യൂപോർട്ടിലെ CUT ചാനലിൽ നിങ്ങൾക്ക് CUTയെ കുറിച്ചുള്ള എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇവിടെ പറഞ്ഞുതരും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഫോളോ ഫോർ മോർ. അപ്പോൾ വീണ്ടും കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൽസബീൻ. ബൈ.